AWK കമാൻഡ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് AWK കമാൻഡ്. ചില ഉദാഹരണങ്ങളിലൂടെ ഇത് നോക്കാം. ഇതിനായി ഉപയോഗിക്കുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം GNU ബാഷ് വെർഷൻ 4224. ഈ ട്യൂട്ടോറിയൽ പരിശീലിക്കുന്നതിനായി GNU ബാഷ് 4 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വെർഷൻ ഉപയോഗിക്കുക. AWKയുടെ ആമുഖത്തോടെ തുടങ്ങാം. AWK കമാൻഡ് വളരെ ശക്തമായ ഒരു ടെക്സ്റ്റ് മാനിപ്യുലേഷൻ ടൂളാണ്. അഹോ, വെൻബർഗർ, കെർണിഗൻ എന്നിവരുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന് ധാരാളം ഫങ്ഷൻസ് നിർവഹിക്കാൻ കഴിയുന്നു. ഇത് ഒരു റെക്കോർഡിന്റെ ഫീൽഡ് ലെവലിൽ പ്രവർത്തിക്കുന്നു. അതായത് റെക്കോർഡിന്റെ ഓരോ ഫീൽഡും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഇതിന് കഴിയുന്നു. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഡെമോൺസ്ട്രേഷന് വേണ്ടി awkdemo.txt ഫയൽ ഉപയോഗിക്കുന്നു. awkdemo.txt ഫയലിന്റെ ഉള്ളടക്കം നോക്കാം. ടെർമിനൽ തുറക്കുക. AWK കമാൻഡ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം. ടൈപ്പ് ചെയ്യുക AWK സ്പേസ് സിംഗിൾ quotesനുള്ളിൽ /pass/ തുറക്കുന്ന കർലി ബ്രാക്കറ്റ് പ്രിന്റ് അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് quotesന് ശേഷം സ്പേസ് awkdemo.txt. Enter പ്രസ് ചെയ്യുക. ഇവിടെ പാസ് ആണ് മാനദണ്ഡം. Passൽ ഉൾക്കൊള്ളുന്ന AWKdemoയുടെ എല്ലാ വരികളും പ്രിന്റ് ചെയ്യപ്പെടുന്നു. ആക്ഷൻ പ്രിന്റ് ചെയ്യലാണ്. AWKൽ നമുക്ക് റെഗുലർ എക്സ്പ്രഷൻസും ഉപയോഗിക്കാം. നമുക്ക് മീര എന്ന് പേരുള്ള വിദ്യാർത്ഥികളുടെ പേര് പ്രിന്റ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യുക AWK സ്പേസ് quotesന് ശേഷം /m തുറക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ei അടയ്ക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് *sign *sign തുറക്കുന്ന കർലി ബ്രാക്കറ്റ് പ്രിന്റ് അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് quotesന് ശേഷം സ്പേസ് awkdemo.txt. Enter പ്രസ് ചെയ്യുക. മുൻപത്തെ ക്യാരക്ടറിന്റെ ഒന്നോ അതിലധികമോ occurrences നൽകുന്നു. അതായത് I, E, A എന്നിവയുടെ ഒന്നിൽ കൂടുതൽ occurrencesഉം ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ഉദാഹരണം മീര M-I-R-A, മീര M-E-E-R-A, മീര M-E-E-R-A. എക്സ്റ്റെൻഡഡ് റെഗുലർ എക്സ്പ്രഷൻസ് EREയും AWK സപ്പോർട്ട് ചെയ്യുന്നു. ഇതിനർത്ഥം ഒരു പൈപ്പ് ഉപയോഗിച്ച് വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഒന്നിലധികം പാറ്റേൺസും നമുക്ക് മാച്ച് ചെയ്യാം. പ്രോംപ്റ്റ് വൃത്തിയാക്കുക. ടൈപ്പ് ചെയ്യുക AWK സ്പേസ് സിംഗിൾ quotesനുള്ളിൽ /civil ബ്രാക്കറ്റിനുള്ളിൽ പൈപ്പ് quotesന് ശേഷം ഇലക്ട്രിക്കൽ quotesനുള്ളിൽ /സ്പേസ് തുറക്കുന്ന കർലി ബ്രാക്കറ്റുകൾ പ്രിന്റ് അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റുകൾ quotesന് ശേഷം സ്പേസ് awkdemo.txt. Enter പ്രസ് ചെയ്യുക. ഇപ്പോൾ സിവിലിന്റേയും ഇലക്ട്രിക്കലിന്റേയും എൻട്രീസ് നൽകുന്നു. ഇപ്പോൾ സ്ലൈഡുകളിലേക്ക് തിരികെ പോകാം. ഒരു വരിയിലെ ഇൻഡിവിഡ്വൽ fieldsനെ തിരിച്ചറിയുവാനായി ചില പ്രത്യേക പാരാമീറ്റർസ് AWKക്ക് ഉണ്ട്. $1 ആദ്യത്തെ ഫീൽഡിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തുടർന്നുള്ള ഫീൽഡുകൾക്കായി നമുക്ക് $2, $3 എന്നിവയുണ്ട്. $0 മുഴുവൻ വരിയെയും പ്രതിനിധാനം ചെയ്യുന്നു. ടെർമിനലിലേക്ക് തിരികെ വരിക. awkdemo.txt ഫയലിലെ ഓരോ വാക്കും പൈപ്പ് കൊണ്ട് വേർപെടുത്തിയിട്ടുണ്ട്. ഇവിടെ പൈപ്പിനെ ഡെലിമീറ്റർ എന്ന് വിളിക്കുന്നു. ഒരു ഡെലിമീറ്റർ വാക്കുകളെ പരസ്പരം വേർപെടുത്തുന്നു. ഒരു ഡെലിമീറ്റർ ഒരു സിംഗിൾ വൈറ്റ് സ്പേസുമാണ്. ഒരു ഡെലിമീറ്റർ സ്പെസിഫൈ ചെയ്യാനായി -F ഫ്ലാഗിനെ പിന്തുടർന്ന് ഒരു ഡെലിമീറ്റർ നൽകുന്നു. ടൈപ്പ് ചെയ്യുക AWK സ്പേസ് വലിയക്ഷരം F സ്പേസ് ഡബിൾ quotesനുള്ളിൽ പൈപ്പ് സ്പേസ് സിംഗിൾ quotesനുള്ളിൽ /civil പൈപ്പ് ഇലക്ട്രിക്കൽ തുറക്കുന്ന കർലി ബ്രാക്കറ്റ് പ്രിന്റ് സ്പേസ് $0 അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് quotesന് ശേഷം സ്പേസ് awkdemo.txt. Enter പ്രസ് ചെയ്യുക. $0 ഉപയോഗിക്കുന്നതിനാൽ മുഴുവൻ വരിയും പ്രിന്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക നെയിംസ്, സ്ട്രീം ഓഫ് സ്റ്റുഡന്റ്സ് എന്നിവ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫീൽഡുകളാണ്.
നമുക്ക് രണ്ട് ഫീൽഡുകൾ മാത്രം പ്രിന്റ് ചെയ്താൽ മതിയെങ്കിൽ മുകളിലത്തെ കമാൻഡിൽ $0ക്ക് പകരം $2ഉം $3ഉം കൊടുക്കുന്നു. Enter പ്രസ് ചെയ്യുക. രണ്ട് ഫീൽഡുകൾ മാത്രം കാണിക്കുന്നു. ഇത് ശരിയായ ഫലം നൽകുമെങ്കിലും ഡിസ്പ്ലേ എല്ലാം വൃത്തിയില്ലാത്തതും അൺഫോർമാറ്റഡുമാണ്. C-സ്റ്റൈൽ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് ഫോർമാറ്റഡ് ഔട്ട്പുട്ട് ലഭ്യമാക്കാം. ഒരു built-in വേരിയബിൾ എൻആർ ഉപയോഗിച്ച് നമുക്ക് സീരിയൽ നമ്പറും നൽകാം. built-in വേരിയബിൾസിനെ കുറിച്ച് കൂടുതലായി പിന്നീട് പഠിക്കാം. ടൈപ്പ് ചെയ്യുക awk സ്പേസ് മൈനസ് വലിയക്ഷരം F ഡബിൾ quotesനുള്ളിൽ പൈപ്പ് ഡബിൾ quotesന് ശേഷം സ്പേസ് സിംഗിൾ quotesനുള്ളിൽ /pass തുറക്കുന്ന കർലി ബ്രാക്കറ്റ് printf ഡബിൾ quotesനുള്ളിൽ %sign 4d സ്പേസ് %sign മൈനസ് 25s സ്പേസ് %sign മൈനസ് 15s സ്പേസ് \n കോമ ഡബിൾ quotesന് ശേഷം nr കോമ $2 കോമ $3 അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് സിംഗിൾ quotesന് ശേഷം സ്പേസ് awk demo.txt Enter പ്രസ് ചെയ്യുക. വ്യത്യാസം കാണുക. ഇവിടെ nr റെക്കോർഡുകളുടെ എണ്ണത്തെ കാണിക്കുന്നു. റെക്കോർഡ്സ് ഇന്റീജർസ് ആയതിനാൽ %d എഴുതി. nameഉം streamഉം സ്ട്രിംഗ്സ് ആയതിനാൽ നമ്മൾ %s ഉപയോഗിച്ചു. ഇവിടെ 25s സ്പേസസ് നാമെ ഫീൽഡിന് റിസർവ് ചെയ്യുന്നു. 15s 15 സ്പേസസ് സ്ട്രീം ഫീൽഡിന് റിസർവ് ചെയ്യുന്നു. മൈനസ് ചിഹ്നം ഔട്ട്പുട്ടിനെ ലെഫ്റ്റ് ജസ്റ്റിഫൈ ചെയ്യുന്നു. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. സ്ലൈഡുകളിലേക്ക് തിരികെ വരാം. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് awk ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാൻ, ഒരു സ്ട്രീമിലെ എൻട്രീസ് ലിസ്റ്റ് ചെയ്യാൻ awkൽ റെഗുലർ എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫീൽഡുകൾ മാത്രം ലിസ്റ്റ് ചെയ്യാൻ, ഫോർമാറ്റഡ് ഔട്ട്പുട്ട് കാണുവാൻ ഒരു അസൈൻമെന്റ്. അങ്കിത് Sarafന്റെ റോൾ നമ്പറും സ്ട്രീമും മാർക്സും കാണിക്കുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.